അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ അൽ മുത്തഫിഫീൻ 13 ആയത്തുകൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് ബാക്കി വരുന്ന കുറച്ച് ആയത്തുകൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കല്ല കാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ച് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ലാമിന് ശ്രദ്ധ വന്നു, 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് മദ്ദും വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. കല്ല ബൽ റാന. ലാമ് കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ലാമിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു സീനിനെ കാണാം. ഇത് സക്കത്തിൻ്റെ സീനാണ് കേട്ടോ. സക്കത്ത് എന്ന് പറഞ്ഞാൽ 2 വേർഡുകൾ തമ്മിൽ കൂട്ടി ഓതുമ്പോൾ കുറച്ചൊന്ന് നമ്മുടെ ശ്വാസത്തെ ഒന്ന് പിടിച്ചു വെച്ചിട്ട്, ശ്വാസം വിടാതെ ഒന്ന് പിടിച്ചു വെച്ചിട്ട്, ഒരു സെക്കൻഡ് ഒന്ന് പിടിച്ചു വെച്ചിട്ട് അടുത്ത വേർഡുമായിട്ട് കൂട്ടി ഓതി കൊടുക്കുക കേട്ടോ. കല്ല ബൽ റാന അതുപോലെ ഓതണം കേട്ടോ, ഒരുമിച്ച് കൂട്ടി ഓതരുത്. കല്ല ബൽ റാന. റോ ഫതഹ അതുകൊണ്ട് നമ്മൾ ഉയർത്തി ഉച്ചരിച്ചു കൊടുക്കുക. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അലാ ഖുലൂബിഹിം. അനിയുടെ മുഖ്റജ് വസത്തുൽ ഹൽക്കാണ്, സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് മദ്ദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഖുലൂബിഹിം. ഖാഫ് ഇസ്തിഗ്ലാലിൻ്റെ ലെറ്ററാണ്, തഫ്വീം ചെയ്തിട്ട് ഉച്ചരിക്കുക. ലാമിൻ്റെ കൂടെ വാവ് മദ്ദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഖുലൂബിഹിം. ഇവിടെ ഇദാം ഷഫവിയാണ് വരുന്നത്. മീം സാക്കിനയ്ക്ക് ശേഷം മീം തന്നെ വന്നതുകൊണ്ട് മീം സാക്കിനയെ അടുത്ത മീമിലേക്ക് ലയിപ്പിച്ചിട്ട് ഒന്നയോടുകൂടി ഒതുക്കി കൊടുക്കുക കേട്ടോ. ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കാഫ് ചരിക്കുമ്പോൾ ചരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. നൂനിൻ്റെ കൂടെ വാവ് മദ്ദ് വന്നു, അവിടെയും നമ്മൾ 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. യക്സിബൂൻ. കാഫ് കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാഫ് സുക്കൂനിലാവുമ്പോൾ കുറച്ച് എയർ പാസ് ചെയ്യുന്ന സൗണ്ടിൽ വേണ്ട ഉച്ചരിക്കാൻ. യക്സിബൂൻ. അവസാനത്തിൽ മദ് ആരദുൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 ഹർക്കത്ത് നീട്ടി വഖഫ് ചെയ്യും. കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. കല്ലാ ഇന്നഹും. കാഫ് ഉച്ചരിക്കുമ്പോൾ ചരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ലാമിന് ശ്രദ്ധ വന്നു, 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ലാമിൻ്റെ കൂടെ മദ്ദും വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ട് ഹംസയും വന്നു. മദ് ജായിസ് മുൻഫസിൽ 2, 4 കൗണ്ട് നീട്ടി പാരായണം ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇന്നഹും. നൂനിന് ശ്രദ്ധ വന്നു, അക്മലോന നല്ലോണം മണിച്ചു കൊടുക്കുക. ഇന്നഹും റബ്ബിഹിം. ഇവിടെ മീം സാക്കിനയ്ക്ക് ശേഷം ബാഉം മീമും അല്ലാത്ത മറ്റൊരക്ഷരം വന്നതുകൊണ്ട് മീം സാക്കിനയെ ഇദ്ഹാർ ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഇദ്ഹാർ ഷഫവി. ഓക്കെ. റബ്ബിഹിം. അനിയുടെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്, സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദ്ഗാം ബിലാഗുനയുടെ അക്ഷരമായിട്ടുള്ള റോ വന്നു. നൂൻ സാക്കിനയെ റോയിലേക്ക് ലയിപ്പിച്ചിട്ട് ഉന്നയില്ലാതെ ഉച്ചരിക്കുക കേട്ടോ. റബ്ബിഹിം. ബാക്കി ശ്രദ്ധ വന്നിട്ടുണ്ട്, 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. റബ്ബിഹിം യൗമഇദിൻ. ഇവിടെ വീണ്ടും ഇദ്ഹാർ ഷഫവിയാണ് വരുന്നത്. മീം സാക്കിനയ്ക്ക് ശേഷം ബാഉം മീമും അല്ലാത്ത മറ്റൊരക്ഷരം വന്നതുകൊണ്ട് മീം സാക്കിനയെ വ്യക്തമാക്കി ഉച്ചരിക്കുക കേട്ടോ. യൗമഇദിൻ. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. യൗമഇദിൻ ലമഹ്ജൂബൂൻ. ഹംസയുടെ മഖ്റജ് അഖ്സൽ ഹൽക്കാണ്, സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. ദാലിന് കെസ്ര തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദ്ഗാം ബിലാഉനയുടെ അക്ഷരമായിട്ടുള്ള ലാമ് വന്നു. തെൻവീനിനെ ലാമിലേക്ക് ലയിപ്പിച്ചിട്ട് ഉന്നയില്ലാതെ ഓതി കൊടുക്കുക കേട്ടോ. ലമഹ്ജൂബൂൻ. ഹ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് വരുന്നത്. വസത്തുൽ ഹൽക്ക്, സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. ജീമിൻ്റെ കൂടെ വാവ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അവസാനത്തിൽ മദ് ആരദുൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 ഹർക്കത്ത് വരെ നീട്ടി വഖഫ് ചെയ്യും. ഓക്കെ. ثم إنهم لصالو الجحيم. ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ അറ്റത്ത് കൊണ്ടുവച്ചിട്ട് ഉച്ചരിക്കുക കേട്ടോ. പല്ലിൻ്റെ ഇടയിലൂടെ കുറച്ച് എയർ പുറത്തോട്ട് പോണ സൗണ്ടിൽ വേണം ഉച്ചരിക്കാൻ.
സുമ്മ മീമ് ശബ്ദ വന്നു അക്മലൗന്ന നല്ലോണം മണിച്ചു കൊടുക്കുക. ഇന്നഹും നൂനിന് ശബ്ദ വന്നു അക്മലൗന്ന നല്ലോണം മണിച്ചു കൊടുക്കുക കേട്ടോ. ഇന്നഹും ലസാലു സ്വാദ് ഇസ്തിഅലാന്റെ ലെറ്ററാണ് തഫ്രീം ചെയ്തിട്ട് ഉച്ചരിക്കുക. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ലാമിൻ്റെ കൂടെ വാവ് മദ്ദ് വന്നു, പക്ഷെ നമ്മൾ അടുത്ത വേർഡുമായിട്ട് കൂട്ടി എഴുതുമ്പോൾ വാവ് മദ്ദിനെ കട്ട് ചെയ്യും കേട്ടോ. ലസാലുൽ ജഹീം ലാമ കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അവസാനത്തിൽ മദ് ആരിദിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 ഹർക്കത്ത് നീട്ടി വഖഫ് ചെയ്യാം. ഓക്കെ. ثم يقال هذا الذي كنتم به تكذبون. ثم സലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ അറ്റത്ത് കൊണ്ടുവച്ചിട്ട് ഉച്ചരിക്കുക. സുമ്മ മീമിന് ശബ്ദ വന്നു അക്മലൗന്ന നല്ലോണം മണിച്ചു കൊടുക്കുക. യുഖാലു ഖാഫ് ഇസ്തിഅലാന്റെ ലെറ്ററാണ് തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹാദാ ഹാഇൻ്റെ കൂടെ അലിഫ് സഗീറ വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ദാലിൻ്റെ കൂടെ അലിഫ് മദ്ദ് വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ അടുത്ത വേർഡായിട്ട് കൂട്ടി ഓതുമ്പോൾ അലിഫ് മദ്ദിനെ കട്ട് ചെയ്യും. ഹാദല്ലദീ ലാമിന് ശ്രദ്ധ കൊടുക്കുക, 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ദാലിന് ശേഷം യാ മദ്ദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. കുന്തും ബിഹി ഇവിടെ നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരമായിട്ടുള്ള താ വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കട്ടോ. അടുത്തത് മീം സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരമായിട്ടുള്ള ബ വന്നു. ഇഖ്ഫാ ഷഫവിയാണ് കേട്ടോ ഇവിടെ വരുന്നത്. മീം സാക്കിനയ്ക്ക് ശേഷം ബ എന്ന ഒരൊറ്റ അക്ഷരം മാത്രം വന്നു കഴിഞ്ഞാൽ മീം സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. കുന്തും ബിഹി തുകദ്ദിബൂൻ വമീറിന് ശേഷം യാവ് സോയറ വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. യുകദ്ദിബൂൻ കാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ച് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ദാലിന് ശബ്ദ വന്നു, 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. അവസാനത്തിൽ മദ് ആരതിൽ നിർത്തുമ്പോൾ 2, 4, 6 ഹർക്കത്ത് വരെ നീട്ടി നിർത്തിക്കൊടുക്കുക കേട്ടോ. ثم يقال هذا الذي كنتم به تكذبون